ഇന്നേ ദിവസം എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഈ ഒരു വചനം ഒന്ന് ഓർക്കണേ. 2 തെസ്സലോനിക്കർ 3:3 നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ഒരു പരിചയമായിട്ട് നമ്മളെ ഇന്ന് സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ വചനം നമുക്കിന്ന് നൽകുന്ന ഉറപ്പാണ്. നമ്മളൊക്കെ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും വരുമ്പോഴും വിശ്വസ്തനായ ദൈവത്തിന്റെ കൃപയുടെ കരം നമുക്ക് താങ്ങായി കരുത്തായി കൂടെയുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച ആ ദൈവത്തിന്റെ കരത്തിൽ നീ സുരക്ഷിതനാണ്. ഇന്ന് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾക്ക് വഴക്കും ബഹളങ്ങളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അസ്വസ്ഥതയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രഖ്യാപിക്കണം. നിങ്ങളുടെ വീട്ടിലിരുന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നോടൊപ്പമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ ആ സ്നേഹത്തിന്റെ വലിയ പ്രകടനമാകുന്ന പരിഹാര ബലിയെ ഉയർത്തിക്കൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നോട് വിശ്വസ്തനാണ് എന്ന് നമ്മൾ അധരം തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കും. കർത്താവിന്റെ വിശ്വസ്തത നമ്മളെ പൊതിഞ്ഞു പിടിക്കും. വിശ്വസിക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്, ഇത് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ അളവുകൾ വർദ്ധിക്കും. അപ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം അവിടുന്ന് വിട്ടുമാറും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പല കാര്യങ്ങളിലുമാണ് അതിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. നമ്മളിൽ നിന്ന് പിടുത്തം വിട്ട് നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയെ മുറുകെ പിടിച്ച് ഇത്തരത്തിലൊന്ന് പ്രഖ്യാപിച്ച് നോക്കിക്കേ, ഇന്ന് അത്ഭുതം നടന്നിരിക്കും. സാഹചര്യങ്ങൾ മാറും. എത്ര അന്ധകാരം നിറഞ്ഞ സ്ഥലത്തും ദൈവ സാന്നിധ്യം നിറയും, അഭിഷേകം നിറയും, വിടുതലുകൾ സംഭവിക്കും. അന്ധകാരം നിറഞ്ഞ സ്ഥലമായിരുന്നു ഗലീലിയയിലെ കാന എന്ന് പറയുന്നത്. ജൂതന്മാർക്കിടയിൽ വലിയ അഭിപ്രായമൊന്നുമില്ലാത്ത സ്ഥലം. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം എവിടെ നടന്നേ? ഗലീലിയയിലെ കാനായില്. പച്ച വെള്ളത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മേൽത്തരം വീഞ്ഞാക്കി. മേൽത്തരം വീഞ്ഞാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞ ഈശോ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നോടുള്ള ആ സ്നേഹത്തിന്റെ പ്രകടനമായി എനിക്ക് വേണ്ടി കുരിശിൽ അവിടുന്ന് സകലതും പൂർത്തീകരിച്ചു. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച എന്റെ യേശുവിനെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവനെ വർഷിപ്പ് ചെയ്യാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. He deserves all the glory, all the worship and all the honor. എല്ലാ പുകഴ്ചകളും എല്ലാ ഓണറും അർഹനാണ് നമ്മുടെ ഈശോ. ഈശോയുടെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.